കുറിപ്പെഴുതുക. അച്ചടി മുദ്ര. മതിയായ ഉദ്യോഗസ്ഥൻ ഒട്ടിച്ചതും അച്ചടിച്ചതുമായ മുദ്രകളും മുദ്രപത്രത്തിന്മേൽ പൊന്തിച്ചടിച്ചതോ കൊത്തിയതോ ആയ മുദ്രകളും ഉൾപ്പെടുന്നതാകുന്നു. അനന്തരാവകാശി. വ്യക്തി നിയമവും ബാധകമായ പിന്തുടർച്ചാ നിയമവും അനുസരിച്ചുള്ള നിയമാനുസൃത പിന്തുടർച്ചാവകാശിയാകുവാൻ യോഗ്യതയുള്ളയാളാണ്. ആധാരം അഥവാ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതോ ആയ ഏതെങ്കിലും സാധനത്തിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ അടയാളങ്ങൾ കൊണ്ടോ അഥവാ ഇവയിൽ ഏതെങ്കിലും കൂട്ടിച്ചേർത്തോ എഴുതപ്പെട്ടതോ പ്രസ്താവിക്കപ്പെട്ടതോ വിവരിക്കപ്പെട്ടതോ ആയ ഏതൊരു സംഗതിയും ആധാരം എന്ന പദത്തിൽ ഉൾപ്പെടും. അടുത്തത് ആധാരം എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. പ്രമാണങ്ങൾ തയ്യാറാക്കുന്ന ജോലിയിൽ, അതായത് ഉടമസ്ഥാവകാശത്തെ പറ്റിയുള്ള അന്വേഷണം നടത്തുകയും ആധാരങ്ങളുടെ നക്കൽ തയ്യാറാക്കുകയും ആധാരം രജിസ്ട്രേഷന് വേണ്ടി മുദ്രപത്രത്തിന്മേൽ എഴുതുകയും ഉൾപ്പെടെ കൈമാറ്റാധാരം തയ്യാറാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നയാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആധാരം എഴുതി കൊടുക്കുന്ന കക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ്? കരണങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ ഒപ്പിട്ട് കൊടുക്കുന്ന ആളെയാണ് ആധാരം എഴുതി കൊടുത്തിരിക്കുന്ന കക്ഷി എന്ന് പറയുന്നത്. ആധാരം ബന്ധവസിൽ വയ്ക്കുന്നത് എന്തുകൊണ്ട്? ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ തെളിവിനായി ഹാജരാക്കപ്പെടുമ്പോഴോ രജിസ്ട്രേഷനായി ഹാജരാക്കപ്പെടുന്നതോ ആയ ഒരു കരണം ശരിയായി മുദ്ര പതിപ്പിച്ചതല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അത് ബന്ധവസിൽ വച്ച് കുറവ് മുദ്ര ഈടാക്കുവാൻ വേണ്ടി കളക്ടറുടെ പക്കലേക്ക് അയക്കുന്നു. ഇനി അടുത്ത ഈ മുദ്ര എന്നാൽ എന്താണ്? കേരള സർക്കാർ മുദ്രവില ചുമത്തിയതായി സൂചിപ്പിക്കുന്നതിന് ഒരു ഇലക്ട്രോണിക് സംവിധാനം വഴി രൂപപ്പെടുത്തിയിട്ടുള്ള അച്ചടി മുദ്ര എന്ന് ഇതിനെ അർത്ഥമാക്കുന്നു. ഇരട്ടിപ്പ് എന്നാൽ എന്താണ്? എന്നാൽ അസൽ പോലെ തന്നെ എഴുതി ഒപ്പിട്ടിട്ടുള്ളതെന്ന് അർത്ഥമാകുന്നു. ഇതിൻ്റെ അസലിന് പ്രാബല്യം തന്നെ ഉണ്ട്. ഉടമ്പടി. പ്രതിഫലത്തിനായുള്ള പരസ്പര വാഗ്ദാനത്തെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉരു എന്നതിന് മനുഷ്യരെയോ സാമാനങ്ങളെയോ വെള്ളം വഴി കൊണ്ടുപോകുന്നതിനായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഏത് സാധനത്തെയും ഉരു എന്ന് പറയുന്നു. ഉരു എന്ന് പറഞ്ഞാൽ കപ്പലാകാം, ബോട്ടാകാം, എന്തുമാകാം.